പ്രിൻറ്റിംഗ് പ്രസ് കസ്റ്റമറിയുടെ കഴിഞ്ഞ പാട്ടിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷനാണ് നമ്മളിതിൽ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു വർക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, റെസീപ്റ്റ്, അതിൻ്റെ കൗണ്ട്, പിന്നെ ഫൈനൽ സൈസ്, ഇത് നമ്മൾ ടോട്ടൽ റെസീപ്റ്റ് എത്ര കൊടുക്കുന്നത് നമ്മുടെ ഈ പ്രിൻറ്റിംഗ് ചാർജ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൗണ്ട് എടുത്തിട്ടുണ്ട്. അതൊരു കമ്പ്യൂട്ടേഷനാണ്, ഇതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ ബേസ് പേപ്പർ അതിലെടുത്ത് പിന്നെ നമ്മളെ ഡിസൈനർ അസൈൻ ചെയ്യാൻ പുതിയൊരു ഫീൽഡിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഡിസൈനേഴ്സ് ഉണ്ടോ അത്ര ഡിസൈനേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രിൻറ്റിങ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിൻറ്റിങ്ങിന് ഒരു യൂസർ ഐ ഡി നോക്കണം അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. ബാക്കിയൊക്കെ നമ്മൾ പഴയ പോലെ തന്നെ വീക്കിലി പോസ്റ്റ്. പിന്നെ പുതിയ ടാബ് ഡിസൈനിങ്ങിൻ്റെ അവിടെ നടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വർക്ക് ഒരു യൂസർക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ അവർ അവിടെ എങ്ങനെ അത് ആക്സസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഏതാണ് സ്റ്റേജിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്കറിയാം. അഡ്മിൻ വീഡിയോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഡിസൈനിങ് കഴിഞ്ഞാൽ കൂടെ ഓട്ടോമാറ്റിക് പ്രിൻറ്റിംഗ് പോകും. പ്രിൻറ്റിങ്ങിന് ആളുകൾക്ക് പ്രിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബൈൻഡിങ് ഉണ്ടെങ്കിൽ ബൈൻഡിങ് പോകും, ഇല്ലെങ്കിൽ നേരെ മേക്കിങ് റെഡി ആക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഒക്കെ ഡിസൈനർ ലോഗിനാണ്. 2 ഡിസൈനർമാരാണ് പറയാൻ വന്നിട്ട് നമുക്ക് അയ്യാൻ ഡിസൈനറിലൊന്ന് അയാൾ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അസൈൻ ചെയ്ത വർക്കുകൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ടില്ല, ഓർഡർ സ്റ്റേറ്റ് ഡിസൈനിങ്ങിലാണ്. ഇവിടെ നമ്മൾ ഇത് ഇൻ പ്രോഗ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിൻ വ്യൂ വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസിൽ നമുക്ക് മാറ്റം കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ് ആയി. അപ്പോൾ നെക്സ്റ്റ് സമയമൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ തുടങ്ങിയ സമയം, തീർന്ന സമയം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസൈനിൽ നിന്ന് മാറിയിട്ട് പ്രിൻറ്റിംഗ് പോകും. അപ്പോൾ ഇവിടെ ഡിസൈനിൻ്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയി. ഇത് നമ്മൾ രണ്ടാമത്തെ യൂസർ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടിയ വർക്ക് എന്താണോ അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ സെക്കൻഡ് യൂസർക്ക് എന്ത് വർക്കാണുള്ളത് അപ്പോൾ അയാൾക്ക് വർക്ക് അത് അവിടെ കാണിക്കും. ഓരോ ഡിസൈനർക്കും അവർക്ക് കിട്ടിയ വർക്കിൻ്റെ മാത്രം വ്യൂ ഉണ്ടാവും. എല്ലാ വർക്കും കൂടി വർക്കാണ്ട് ആവശ്യമില്ല. അവർക്ക് ഏത് വർക്കാണുള്ളത് അത് കിട്ടും. ഇവിടെ യൂസർക്ക് വർക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കിവിടെ നോക്കി കിട്ടും. ഇല്ല, ഇതിലെല്ലാ യൂസറും അയാളാണ്. അപ്പോൾ നമ്മൾ ടെമ്പററി വർക്ക് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ കൊടുക്കും. നമ്മൾ യൂസറിൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊന്ന് വർക്കുണ്ട്. ഇപ്പോൾ ഡിസൈനിങ് ഡീഫോൾട്ട് നോട്ട് സ്റ്റാർട്ടറാണ്. അപ്പോൾ അയാൾക്ക് ഇൻഫർമേഷൻ കിട്ടി, അയാളതൊന്ന് പിന്നെ ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റി സ്റ്റാർട്ടിങ് തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് അത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് സമയം കൊടുക്കാം, എൻ്റെ ടൈം കൊടുക്കാം. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പ്രിൻറ്റിങ്ങിന് ഒരു യൂസർ നെയിം ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രിൻറ്റിങ്ങിൻ്റെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ മാത്രമേ ഇവിടെ അത് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കൂടി പ്രിൻറ്റിങ്ങിന് ഫസ്റ്റ് ഒന്ന് താഴെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ കിട്ടും എന്താണ് കസ്റ്റമർ, ഏതാണ് സാധനം, എത്ര കോപ്പിയാണ്, എത്ര ബുക്ക് ഉണ്ട്, ഒരു ബുക്കിൽ എത്രയാണ്, ഇതിൽ ഏതൊക്കെയാണ് പേപ്പർ ഉപയോഗിക്കേണ്ടതെന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ 2 പേപ്പറുള്ളൂ, 2 കോപ്പിയിലൂടെ 3 കോപ്പി ആകുമ്പോൾ 3 പേപ്പർ വരും. അതിൽ 3 പേപ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. 3 കോപ്പി 130, 170, 220 3 പേപ്പർ വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കേണ്ടതുള്ളത് പ്രിൻറ്റിങ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രിൻറ്റിങ് തുടങ്ങി കഴിയുമ്പോൾ ഓൺ ഗോയിങ് കൊടുക്കും. പ്രിൻറ്റ് സ്റ്റാർട്ടിങ് ടൈം എപ്പോഴാണോ ആ ടൈം അതിൽ കൊടുക്കും. പിന്നെ കംപ്ലീറ്റ് ആകുമ്പോൾ കംപ്ലീറ്റഡ് കൊടുക്കുക, കംപ്ലീറ്റ് കഴിഞ്ഞ സമയം കൊടുക്കുക. നന്നായി ഈ ഒരു സാധനം ഇനി നമ്മളെ അഡ്മിൻ അതും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഡിസൈനിങ്ങും പ്രിൻറ്റിങ്ങിൻ്റെ ഇൻഫർമേഷനും കൂടി ഇതിൽ വരും. ഇത് ഡിസൈനിങ് കഴിഞ്ഞ് പ്രിൻറ്റിങ്ങിൽ വരും, ബാക്കിയുണ്ടെങ്കിൽ ഇത് പിന്നെ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഫ്രണ്ട് വ്യൂയിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിന് ട്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി വിളിച്ച് എന്തായാലും നമ്മൾ ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കിട്ടും ഇന്ന സാധനം ഇല്ലേ, ഇത്ര കോപ്പിയില്ല. അതിപ്പോൾ ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള പ്രിൻറ്റിങ് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസൈനിങ്ങിനാണ് അതിൻ്റെ ഒരു അയച്ചിട്ടുണ്ട് കോപ്പി. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സിറ്റുവേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ടോ. ഇതിന് ഓരോ സ്ഥലത്തും വിളിച്ച് ചോദിക്കാൻ വരും. ഒരു സിംഗിൾ പോയിന്റ് വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന് വരാനുള്ളത് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വായിക്കാതെ പിക്ചർ വൈസ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് കിട്ടും. ഇനി വരുന്നൊരു വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ്സും കൂടി ആയിട്ടാണ് വരാം. അപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും അപ്ഡേഷൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഓരോ പാർട്ടും നമുക്ക് കസ്റ്റം ചെയ്ത്
ഒരു പണി ആക്കി നമുക്ക് കൊണ്ടുവരും.